ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ കേട്ടോ. വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഇന്നത്തെ സ്നാക്ക് കട്ട്ലേറ്റ് ആണെങ്കിലും ഇത് സോസിനോട് മുക്കി കഴിക്കുന്ന കട്ട്ലേറ്റ് അല്ല കേട്ടോ. ഇതൊരു സ്വീറ്റ് കട്ട്ലേറ്റാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 വലിയ പഴാട്ടം എടുത്ത് നേന്ത്രപ്പഴം അത് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ആവിച്ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റുക. ഒരു 15 മിനിറ്റ് മതി കേട്ടോ ആവി കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ എന്നാൽ നല്ല പുക ഇങ്ങനെ വരുന്നത് കാണുന്നില്ലേ? അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. തൊടണ്ട കേട്ടോ, കൈ പൊള്ളും. പിന്നെ ഒരു പാനിലേക്ക് ഗീ ഒഴിച്ചിട്ട് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത്, കുറച്ച് നട്ട്സ്, പിന്നെ തേങ്ങയാണ് ഇതിൽ മെയിൻ താരം. 1 കപ്പ് തേങ്ങ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര തന്നെ എടുത്തോ, നല്ല മധുരത്തിന് വേണ്ടിയിട്ട്. പഴത്തിന് മധുരം കൂടുതലാണെങ്കിൽ അങ്ങനെ വേണ്ട കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെക്കുക. പുഴുങ്ങി മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, അത് തൊലിച്ചെടുത്തിട്ട് അതിന് നടുക്കുള്ള ആ കറുത്ത സാധനമില്ലേ അത് മാറ്റണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉന്നക്കായ്, കണ്ണൂരുകാരെ കായയുടെ ഇല്ലേ, അതിൻ്റെ ഒരു ഫ്യൂഷൻ വേർഷൻ എന്നൊക്കെ പറയാം. എനിക്ക് ഈ ഉന്നക്കായ വലിയ ഇഷ്ടമില്ല കേട്ടോ, കുഴപ്പമില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കട്ട്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പഴം നന്നായിട്ട് കുഴച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ തേങ്ങൻ്റെ പണ്ടവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഡേറ്റ്സും അണ്ടിപ്പരിപ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ കട്ട്ലേറ്റ് പോലെ കയ്യിൽ വെച്ച് റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ഉരുളൻ ഷേപ്പോ ഏത് ഷേപ്പ് വേണമെങ്കിൽ ആക്കാം. ഈ ഒരു ഷേപ്പ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ കേട്ടോ. അതാക്കി കഴിഞ്ഞാൽ അടുത്തതാണ് ട്വിസ്റ്റ്. ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് മുട്ടയല്ല കേട്ടോ എടുത്തത്, ഞാൻ മൈദ കലക്കിയിട്ട് എടുത്തത്. ഈ മുട്ടൻ്റെ വെള്ളം എടുക്കുന്നതിന് പകരം നമുക്ക് എല്ലാ കട്ട്ലേറ്റ്സിനും ഒക്കെ മൈദ യൂസ് ചെയ്യാം കേട്ടോ, നല്ലതാണ്. എനിക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടൊക്കെ തോന്നാറുണ്ട് മുട്ടയ്ക്ക് പകരം ഈ മൈദൻ്റെ ഡിപ്പ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിലേക്ക് കോട്ട് ചെയ്ത് നമ്മൾ നോർമൽ കട്ട്ലേറ്റിനൊക്കെ ആക്കുന്നത് പോലെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിന് പകരം നമുക്ക് റസ്കിൻ്റെ പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഓരോ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത ബ്രെഡിൻ്റെ സൈഡ് പൊടിച്ചെടുത്തതാണ്. എല്ലാവരും അങ്ങനെ ഇരിക്കുമല്ലോ. പിന്നെ നല്ല ചൂടോടെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് 2-3 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. കാരണം ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ പഴവും തേങ്ങയൊക്കെ. അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ടിഷ്യൂലേക്ക് അങ്ങ് എടുത്തിടുക, കഴിക്കുക. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഈസി റെസിപ്പീസിന് ഫോളോ മല്ലു ഫുഡ് സ്റ്റോറീസ്.